ഒരുപാട് മലയാളികൾ ഗൾഫ് ഇന്നും സ്വപ്നം കാണുന്നു. കാരണം സിമ്പിൾ ആണ്. കേരളത്തിൽ ഒരു 25,000 ഇന്ത്യൻ റുപ്പീസ് സാലറി കിട്ടാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യണം. ഗൾഫിൽ അങ്ങനെയുള്ള സെയിം ആളുകൾക്ക് 1 lakh ഏൺ ചെയ്യാമെന്ന് കേൾക്കുന്നു. ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാവർക്കും 1 lakh ഏൺ ചെയ്യാൻ സാധിക്കത്തില്ല. റോങ് ജോബ് ചൂസ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രഗിൾ ചെയ്യണം. റൈറ്റ് സ്കില്ല് ഉപയോഗിച്ച് റൈറ്റ് ജോബിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2026 ഗൾഫിൽ ഹയസ്റ്റ് പേയിങ് ജോബ് ഏതാണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. ഈ വീഡിയോ ഫേക്ക് മോട്ടിവേഷൻ അല്ല, ഞാൻ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള ജോബ് ബേസ്ഡ് ആയിട്ട് കൺട്രി കമ്പനി എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി മാറും, പക്ഷേ ഡയറക്ഷൻ കറക്റ്റ് ആണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 മേജർ ജോബ് പൊസിഷൻ ആണ്. അതിൽ 5ാമത്തേതാണ് എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, അങ്ങനെ ധാരാളം എഞ്ചിനീയറിംഗ് പൊസിഷൻസ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോഴും ഗൾഫിൽ വൺ ഡിമാൻഡ് ആണ് ഉള്ളത്. ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 80,000 to 3 lakh പ്ലസ് വരെയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിലൊന്നും ഒരു പ്രൊജക്റ്റും സ്റ്റോപ്പ് ആയിട്ടില്ല. റോഡ്, റെയിൽവേ, എയർപോർട്ട്സ്, ടവേഴ്സ് ഇവയെല്ലാം ബിൽഡ് ചെയ്യുന്നത് എഞ്ചിനീയേഴ്സ് ആണ്. നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വീട്ടിലിരുന്നാൽ പോരാ, ഈ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ ഗോൾഡിന്റെ ഡിമാൻഡാണ് എഞ്ചിനീയേഴ്സിനുള്ളത്. 4ാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിൽ ഡോക്ടേഴ്സ്, നേഴ്സസ്, ലാബ് ടെക്നീഷ്യൻ ഇങ്ങനെ ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരുടെ ഒന്നും ഡിമാൻഡ് ഒരിക്കലും സീറോ ആകില്ല. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഒരു 70,000 to 5 lakh പ്ലസ് ആണ്. കാരണം വളരെ സിമ്പിൾ ആണ്. എക്കണോമി ഡൗൺ ആയാലോ പൊളിറ്റിക്സ് മാറിയാലോ ആളുകൾക്ക് ഇൽനസ് വരും, നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷന് റൈറ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നേഴ്സസ് ആണെങ്കിൽ അവർക്ക് MOH, DH ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ജോബ് സെക്യൂർ ആണ്. 3ാമത്തെ പൊസിഷനിൽ IT ആൻഡ് ടെക്നോളജി പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ ചിലർ കരുതും ഗൾഫിൽ ഓയിൽ മാത്രമല്ലേ? നോ, 2026 ഗൾഫ് കൺട്രീസ് ഡിജിറ്റൽ റേസിലാണ്. ദുബായിയുടെ സ്മാർട്ട് സിറ്റി, സൗദിയുടെ നിയോ, ഖത്തറിന്റെ ഫിൻടെക് എന്നീ പല പല ബിഗ് പ്രോജക്റ്റുകളും നടക്കുന്നുണ്ട്. ഇവിടേക്കെല്ലാം സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ക്ലൗഡ് എഞ്ചിനീയർ ഇങ്ങനെ ധാരാളം പൊസിഷൻസ് ഉണ്ട്. സാലറി എന്ന് പറയുന്നത് 1 lakh to 6 lakh പ്ലസ് ആണ്. 2026 ഓയിൽ മാത്രമല്ല മണി, ഡേറ്റയും മണിയാണ്. 2ാമത്തേത് സെയിൽസ് ആണ്. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണിത്. ടോക്കിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഹ്യൂജ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണിത്. യൂഷ്വലി സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് കമ്മീഷൻ ആണ്. ഒരു 2 lakh മുതൽ ഒരു 8 lakh പ്ലസ് വരെയാണ് ഇവരുടെ സാലറി ആവറേജ് നിൽക്കുന്നത്. ദുബായ് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരു ഡീല് ക്ലോസ് ചെയ്യുമ്പോൾ ചിലർക്ക് കിട്ടുന്ന വലിയ എമൗണ്ട് ആണ്. ഏകദേശം മറ്റൊരു ചിലരുടെ ഒരു 5 വർഷത്തെ സേവിങ്സിന് തുല്യമായ എമൗണ്ട് ആണ് ഒറ്റ ഡീലിൽ അവർക്ക് കിട്ടുന്നത്. സോ ടോക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നോ സീലിംഗ് ഫോർ സാലറി. 1ാമത്തേത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. HSC, റിഗ് ജോബ്സ്, ഇൻസ്ട്രുമെന്റേഷൻ, QA, QC, ഓഫ് ഷോർ ജോബ്സ് ഇവയെല്ലാമാണ് ഗൾഫിലെ ഹയസ്റ്റ് പെയ്ഡ് സെക്ടർ. സാലറി എന്ന് പറയുന്നത് 1.5 lakhs to 7 lakh പ്ലസ് ആണ്. കാരണം ലൊക്കേഷൻ റിമോട്ട് ആയിരിക്കും, നല്ല റിസ്ക് ഉണ്ട്, ഹാർഡ് വർക്കാണ്. ഹാർഡ് ഏൺഡ് മണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ട്രൂത്ത് പറയട്ടെ, ഗൾഫിൽ സെയിം സിറ്റിയിൽ 2 മലയാളികൾ, ഓക്കെ, ഒരു മലയാളിയുടെ സാലറി എന്ന് പറയുന്നത് 40,000 ആണ്, മറ്റേ ആളുടെ സാലറി 4 lakhs ആണ്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങൾ കരുതും അവർ ലക്കാണ്, അവരുടെ റെഫറൻസ് വഴിയാണ്. അങ്ങനെ ഒന്നുമല്ല, അവരുടെ സ്കില്ലിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് ലോ സാലറി ആണോ, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഒന്നും വേണ്ട. നിങ്ങൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മാൻഡേറ്ററി ആണ്. അതൊരു നിങ്ങൾക്ക് ഒരു സ്കില്ല് തരും. സോ നിങ്ങൾക്ക് അടുത്ത കുറച്ച് ഓപ്ഷൻസുകളെല്ലാം കിട്ടും. 2ാമത്തേത്, നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ അവിടെ സേഫ്റ്റി ഓഫീസർ ഉണ്ട്. സോ നെബോഷ് അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾ എടുക്കാൻ നോക്കുക. അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അതല്ല, നിങ്ങൾ മെയിൻ്റനൻസ് കമ്പനിയിലാണെങ്കിൽ HVAC അങ്ങനെയുള്ള AC-യുടെ മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് എടുക്കാൻ ശ്രമിക്കുക. സോ അത് നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യും. അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ആണെങ്കിൽ ITക്ക് ധാരാളം സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുക. ഇനി ഓഫീസ് ബോയ് ആണെങ്കിൽ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസിയുടെയോ അല്ലെങ്കിൽ എക്സലിന്റെയോ വേഡിന്റെയോ ഒക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ബയോഡേറ്റയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക. സോ ഒരു പടിയും കൂടെ നിങ്ങൾ മുന്നിലേക്ക് വരും. ഗൾഫ് ഡ്രീം ഇന്നും എലൈവ് ആണ്. ബ്ലൈൻഡ് ആയി കയറി വരാതിരിക്കാൻ ശ്രമിക്കുക. സ്കിൽ ഇല്ലാതെ വന്നാൽ നല്ല സ്ട്രഗിൾ ചെയ്യും. സ്കിൽ ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സക്സസ് ഉറപ്പാണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണ്, ഓൾറെഡി ഗൾഫിലാണോ, കമന്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.